എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് സാബു എൻ ജേക്കബിൻ്റെ 2020 എന്ന് പറയുന്ന പാർട്ടി എൻ ഡിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ ഈ സാബു എൻ ജേക്കബിനെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ പാർട്ടി എൻ ഡിയുടെ ഭാഗമാകുന്നത് അൺകണ്ടീഷണൽ ആയിട്ടാണ്. അതായത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ താനോ തൻ്റെ പാർട്ടിക്കാരോ ഒരിക്കലും സീറ്റിന് വേണ്ടി വാശി പിടിക്കില്ല. ഇൻ കേസ് എൻ ഡി എ പറയാണ്, അതായത് 2020 കാൻഡിഡേറ്റ് ഇന്ന സ്ഥലത്ത് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ മത്സരിക്കുമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ചിത്രം വ്യക്തമാണ്. അപ്പോൾ സാബു ജേക്കബിൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എൻ്റെത്. അത് എൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ വികസനം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ LDFും UDFും ഒറ്റക്കെട്ടായിട്ട് ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ, അതായത് വലിയ രീതിയിലുള്ള LDF ആണെങ്കിൽ അവർ ഭരണം ഉപയോഗിച്ചിട്ട് ശ്രീനിജൻ MLA പോലെയുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ ഈ സാബു എൻ ജേക്കബിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ അവർ പാർട്ടി പ്രവർത്തകർക്ക് സ്വതന്ത്രമായി പാർട്ടി പ്രവർത്തനം നടത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ 2020 അപ്പോൾ സ്വാഭാവികമായിട്ടും, അതായത് ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയിൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണം. ആ പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് BJPയിൽ നിന്ന് മാത്രമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2020 മുഖമുദ്ര എന്നാണ്. ആ പാർട്ടിയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞത് വികസനം മാത്രമാണ്, ജനങ്ങളുടെ വികസനം മാത്രമാണ്, നാടിൻ്റെ വികസനമാണ്. ജനങ്ങളുടെ എന്താ പറയുക, ജീവിത നിലവാരം ഉയരണം, അതിന് തൊഴിൽ വേണം, വ്യവസായങ്ങൾ വരണം. അത്തരം കാര്യങ്ങളാണ് ഈ 2020 മുന്നോട്ട് വെക്കുന്നത്. സമാനമായ ആശയം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പാർട്ടികളും അങ്ങനെയാണ് ഈ 2020 BJP NDയുടെ ഭാഗമാകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും സംസ്ഥാന നേതാക്കളൊക്കെ ചേർന്നിട്ട് ഒഫീഷ്യലായിട്ട് പാർട്ടിയിൽ വരുന്നതിൻ്റെ പത്രസമ്മേളനം നടത്തി. അതിനുശേഷം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന വേദിയിൽ സാബു എൻ ജേക്കബും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയാണ് ഇവിടെ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് നമ്മുടെ അവിടുത്തെ MP ആയ ശശി തരൂരും ഉണ്ടായിരുന്നു. ഈ പ്രധാനമന്ത്രി പോയതിന് ശേഷം ഈ സാബു എൻ ജേക്കബും ഈ ശശി തരൂരും ഏകദേശം 2 മണിക്കൂറുകളോളം ഒരുമിച്ചിരുന്ന് സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അവരെന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശശി തരൂരിൻ്റെ അവസ്ഥ കോൺഗ്രസ്സിൽ വളരെ പരിതാപകരമാണ്. ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ മഹാപഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി അവർ അരങ്ങേറി. അതിൽ രാഹുൽ ഗാന്ധിയാണ് വന്നത്. അപ്പോൾ അതിൽ ശശി തരൂരിൻ്റെ പേര് പോലും പരാമർശിച്ചില്ല. ഒരാൾ പറയില്ല, അത് വേദിയിലിരിക്കുന്ന ഇന്ന മഹത് വ്യക്തികളെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിസംബോധനയില്ലേ, അതിൽ ഈ ശശി തരൂരിൻ്റെ പേര് പറഞ്ഞില്ല. പിന്നെ അത് മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധി സ്റ്റേജിലുണ്ടാകുമ്പോൾ ഈ ശശി തരൂർ പ്രസംഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം കൂടി കൊടുത്തു. അപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നതിന് മുന്നേ തന്നെ ശശി തരൂരിനെ പ്രസംഗിപ്പിച്ച് ഏകദേശം 10-15 മിനിറ്റോളം സംസാരിപ്പിച്ച് വേഗം കാലിയാക്കാൻ പറഞ്ഞു. അതായത് വേദി രാഹുൽ ഗാന്ധി ഉണ്ടാകുമ്പോൾ ശശി തരൂർ പ്രസംഗിക്കാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വലിയ രീതിയിലുള്ള അവഗണനയാണ് ഈ അടുത്ത കാലത്തായിട്ട് തരൂർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ഉള്ള ആളാണ് തരൂർ. അപ്പോൾ ഈ ഹൈക്കമാൻഡും ഈ വർക്കിംഗ് കമ്മിറ്റിക്ക് ഒരു വലിയ രീതിയിൽ മീറ്റിംഗ് ഡൽഹിയിൽ കൂടാൻ തീരുമാനിച്ചു. അതിൽ നിന്ന് സ്കിപ്പായി തരൂർ. അതിൽ നിന്ന് വ്യക്തമാണ്, അത് ഇത്രയും അപമാനഭാരം സഹിച്ചിട്ട് പാർട്ടി തുടരുന്നതിൽ അതായത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഗ്ലോബൽ സിറ്റിസണാണ്. അതായത് എല്ലാ രാജ്യങ്ങളുടെ ഡെലിഗേറ്റുമായിട്ട് സംസാരിക്കാനും എല്ലാ രാജ്യങ്ങളും എന്ത് നടക്കുന്നതിനും വ്യക്തമായ ധാരണയുള്ള ഒരു മനുഷ്യനാണ്. അതായത് അത്രയും പൊട്ടൻഷ്യലും കാലിബറും ഉള്ളൊരു മനുഷ്യനാണ്. അതായത് വെറുതെ MP MLA ആയി നിൽക്കേണ്ട ഒരാളല്ല. ശരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് NDയുടെ ഭാഗമായിട്ട് നല്ലൊരു പോസ്റ്റ്, അതായത് നമ്മുടെ വിദേശകാര്യ വകുപ്പിലോ നല്ല രീതിയിലുള്ളൊരു വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ ഇതിന് നമുക്കറിയാം, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു വലിയ ടീമിനെ വെച്ചില്ലേ. എല്ലാ പാർട്ടിയിൽ നിന്നും ആൾക്കാരുണ്ട്. നമ്മുടെ ജോൺ ബ്രിട്ടാസ് അടക്കം എല്ലാ പാർട്ടിയുണ്ട്. ET മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പാർട്ടിക്കാരിൽ നിന്നും ആൾക്കാർ എടുത്തിട്ടാണ് ആ ഒരു ടീം രൂപീകരിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് ചെയ്തു, പാകിസ്ഥാൻ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡായിരുന്നു ശശി തരൂർ. അപ്പോൾ നരേന്ദ്രമോദി BJP സർക്കാർക്ക് ഇത് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരാളെ നന്നായിട്ട് പഠിച്ച് അനലൈസ് ചെയ്യാൻ പറ്റിയ കാലിബറുള്ള ടീമാണ് BJPയുടെ ഇൻ്റലക്ച്വൽ ടീം. അതുകൊണ്ട് തന്നെ തരൂറിന് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പൊട്ടൻഷ്യലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയാണ് ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള വിവരവും വെള്ളിയാഴ്ചയില്ലാത്ത ടീമൊക്കെ ഇങ്ങനെ എന്താ പറയുക അപമാനിക്കുന്നത്. ഇനിയും തരൂരിനെ പാർട്ടിയിൽ തുടരാൻ പറ്റാത്ത അവസ്ഥയാണ്. തരൂർ ഇപ്പോൾ തിരുവനന്തപുരം MLA ആണ്. ഇപ്പോൾ BJP വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നമുക്കറിയാം 2020 സാബു എൻ ജേക്കബിൻ്റെ പാർട്ടി ഇപ്പോൾ വന്നു. ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ മാപ്പുകൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 2020 ഈ എറണാകുളത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയൊരു പാർട്ടിയാണ്. അപ്പോൾ വലിയ നല്ല വോട്ട് ഷെയറുള്ള ഒരു പാർട്ടി തന്നെയാണ്. അത് പിന്നെ NDAക്ക് സീറ്റ് കിട്ടുമോ, അത് മറ്റുള്ള ആൾക്കാരുടെ പരാജയത്തിന് അത് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ
വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് അലയൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ ഡി എയുടെ ഭാഗമായിട്ട്. ഇപ്പം JSSൻ്റെ താമരാക്ഷൻ എന്ന് പറയുന്ന പുള്ളിക്കാരനൊക്കെ വന്നു, ഇനിയും പുതിയ ആൾക്കാർ വരാൻ നിൽക്കുന്നു. അപ്പോൾ BJP ഇവിടെ പ്ലാൻ ചെയ്യുന്നത്, അതായത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം, അങ്ങനെ ഒരു പൊസിഷന് വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്. BJP കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കണം, ഇവിടെ ഒരു മാറ്റം വരണം, മാറാത്തത് മാറും, അതാണ് ടാഗ് ലൈൻ BJPയുടെ. അത് ശരിക്കും ഇവിടെ ഈ ഇലക്ഷൻ 2026 ഇനി ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സാബു എം ജേക്കബിനൊപ്പമുള്ള ജനകീയ മുഖങ്ങളെ പാർട്ടിയുടെ ഭാഗമാക്കുന്നതും, അതായത് NDയുടെ ഭാഗമാക്കുന്നതും. അപ്പോൾ ഈ സാബു എം ജേക്കബും ശശി തരൂറും നടത്തിയ ചർച്ചയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തരൂർ ഉടൻ തന്നെ BJPയിൽ ചേരും, അല്ലെങ്കിൽ ചിലപ്പോൾ 2020യുടെ ഭാഗമാകാനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇൻ കേസ് തരൂറിന് എന്തെങ്കിലും വിഷമം ബുദ്ധിമുട്ടുണ്ടാകും, നേരിട്ട് BJP പ്രവർത്തകനാകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 2020യുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് ഇതിൽ വരാലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സാബു എം ജേക്കബും മത്സരിക്കും, ശശി തരൂറും മത്സരിക്കും. ഇവരൊക്കെ എന്താ പറയുന്നത്, ശശി തരൂറിന് BJP സ്ഥാനാർത്ഥി അല്ല NDയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷന് നേരിട്ട് കഴിഞ്ഞാൽ BJP NDക്ക് ഒരു 10-15 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം തകിടം മറിയും, എഴുതി വെച്ചോ. അതായത് 140 MLA ഇവിടെ ഇപ്പം UDF പറയുന്നുണ്ടല്ലോ, അവർ 100 സീറ്റ് കിട്ടുന്നു. 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ ഇൻറ്റേർണൽ സർവേയാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 70-72 സീറ്റ് കിട്ടും UDFന്. അപ്പോൾ ഈ BJP അവിടെ ഒരു 15 സീറ്റ് പിടിച്ച് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ BJPയും CPM ചേർന്ന് കഴിഞ്ഞാൽ NDAയും ഇവരെ LDFും ചേർന്ന് കഴിഞ്ഞാൽ കേരളം ഭരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ശശി തരൂരിനെ പോലത്തെ ഒരു ഗ്ലോബൽ ഫേസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് NDA ഒരു 10-15 സീറ്റ് പിടിക്കുകയും ഒരു ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു അവസ്ഥ വരുവാണെങ്കിൽ ഇവിടെ NDA ഭരിക്കില്ലേ? കൂടുതൽ ആൾക്കാർ കോൺഗ്രസിനും CPM എന്നൊക്കെ ചാടിക്കാൻ പറ്റില്ല ഈ ശശി തരൂരിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവം വെച്ചിട്ട്. അയാൾ മുൻനിർത്തിയിട്ട് കേരളം നന്നാക്കാൻ പോകുന്നില്ല, ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്താൽ പോരെ. ഇത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ തരൂരിന് ഇനിയും ഇത്രയും അവഗണന നേരിട്ടിട്ട് അവിടെ പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്കറിയാം എൻ്റെ കഴിവുകൾ എന്താണെന്ന്. അതായത് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ വലിയ ടോപ്പിലെത്തുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ, ആദ്യം അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർ എത്രത്തോളം കേപ്പബിൾ ആണെന്ന് അവർക്ക് അറിയാൻ പറ്റും. അതാണ്, അതായത് നമ്മളെ കഴിവുകൾ ആദ്യം വിശ്വസിക്കുക, എന്നിട്ടില്ല മറ്റുള്ളതിനെ വിശ്വസിക്കുക. അപ്പോൾ ശശി തരൂർ തന്നെ പറയണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് അതിനുള്ള കഴിവുകളുണ്ട്, അപ്പോൾ എന്നെ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ എൻ്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഇനി കോൺഗ്രസിൽ ഇന്നുകൊണ്ട് ഒരു ചുക്കും ശശി തരൂരിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ NDA ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി NDA ഒരു 15 സീറ്റ് നേടും. ഇനി ഇൻ കേസ് BJPയിലോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2020യുടെ ഭാഗമാകാം. ചിലപ്പോൾ ഈ ചർച്ചയായിരിക്കാം അവിടെ സാബു എം ജേക്കബും ശശി തരൂറും തമ്മിൽ നടത്തിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ഓപ്ഷൻ, അതായത് ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖരനും BJPയുടെ നരേന്ദ്രമോദി എല്ലാം ഒരു കൂട്ടായ ഒരു തീരുമാനം തന്നെ ആയിരിക്കാം. അപ്പോൾ വെറുതെ അല്ല ഈ സാബു എം ജേക്കബിനെ ഈ നിമിഷം കൊണ്ടുവരുന്നതും തരൂറായിട്ട് സംസാരിക്കുന്നതും തരൂർ അവിടുത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ വിട്ടുനിന്നും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതായത് ശരിക്കും ഈ ഒരു അവസരത്തിൽ കേരളം NDA ഭരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള, ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദി ഇത്രയും വർഷമായിട്ട് മൻ കി ബാത്ത് നടക്കുന്നത്, ഈ മൻ കി ബാത്തിൽ എത്ര തവണ കേരളത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, കേരളത്തിൽ ടൂറിസം പൊട്ടൻഷ്യൽ. അതായത് പ്രധാനമന്ത്രി ആയിട്ട് തന്നെ, അതായത് 3ാമത്തെ ടൈമിലും പ്രധാനമന്ത്രിയായിട്ട് തന്നെ ഒരു ദേശീയ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ ടൂറിസം പൊട്ടൻഷ്യൽ, എന്താ പറയണ്ടേ, ഈ ആയുർവേദം, അത് ഇതിൻ്റെ പൊട്ടൻഷ്യലൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതൊക്കെ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കണം, അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു NDA ഗവൺമെൻറ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, കേരളം വേറെ ലെവലാണ്, ഒരു സംശയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇപ്പം തന്നെ പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ, അതായത് നമ്മളിപ്പോൾ തിരുപ്പതി പോകുന്നു, പഴനി പോകുന്നു, അപ്പോൾ നേരം അതേമാതിരി ഇപ്പോൾ ഇവിടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും ശബരിമലയിലായാലും ഗുരുവായൂരായാലും അത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു പുറത്തുനിന്നുള്ള ആൾക്കാർ ഒഴുക്ക് വരണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരണം. നാഷണൽ ലെവലിൽ അതിൻ്റേതായ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരണം. അതുമാത്രമല്ല വലിയ രീതിയിൽ സൗകര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം തന്നെ കെ സുരേന്ദ്രനോട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂരും ശബരിമലയും വെച്ച് മാത്രം നമുക്ക് കേരളത്തിന് വേണ്ട പൈസ, ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന പൈസ, കേരളത്തിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ട പൈസ നമുക്ക് ഈ 3 ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള പ്രൊജക്റ്റ് അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വരട്ടെ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ എന്ത് തന്നെയായാലും ശശി തരൂറും കൂടി NDAയുടെ ഭാഗമാകട്ടെ, അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രി ആകട്ടെ, അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.